രൂത്തിനെ കർത്താവ് ഉപയോഗിച്ചതോ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുകയാണ്. അതെ, ഈ പ്രവർത്തനങ്ങളുടെ പിന്നിയാമ്പുറങ്ങളില് പ്രവർത്തിക്കുന്ന സഹോദരിമാരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ലവ്ലി സിസ്റ്ററിനായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുകയാണ്. ഇതിന്റെ പിന്നില് വളരെ അധ്വാനങ്ങളുണ്ട്, എങ്കിലും കർത്താവ് വളരെ കൃപ നൽകി ഉപയോഗിക്കുന്നു. അതിന്റെ പിന്നില് പ്രിയ സഹോദരിമാരും പ്രിയ സഹോദരിയോടുകൂടി ഉണ്ട്. അതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. തുടർന്നും കർത്താവ് എല്ലാ ശുശ്രൂഷകളെയും ആദരിക്കുമാറാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തോടുള്ള ബന്ധത്തില് പ്രാരംഭമായിട്ട് ഒരു ഭേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ കർത്താവിലെ ശരണപ്പെടുകയാണ്. രൂത്ത് എഴുതിയ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് പറയുന്നു. നവോമി രൂത്തിനോട് പറയുന്ന ചില വാക്കുകളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഓർക്കും, രൂത്തിനെ കുറിച്ച് അനേക പ്രാവശ്യം നാം തന്നെ വായിക്കുകയും പഠിക്കുകയും അനേകരിലൂടെ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ദൈവാത്മാവ് തന്ന ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, രൂത്തിനോടും ഓർപ്പയോടും കൂടെയാണ് നവോമി ഈ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടുപേരും രണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഓർപ്പയെ സംബന്ധിച്ചിട്ട് അമ്മായിയമ്മയുടെ വാക്കുകള് അവൾ എന്ത് ചെയ്തു? സമചിത്തതയോടെ കൈക്കൊണ്ടു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? തന്നെ വിട്ട് മോവാബിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു ഓർപ്പയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ രൂത്ത് ആണെങ്കിൽ എന്ത് ചെയ്യുകയാണ്? നവോമി ഈ കാര്യം പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുമ്പോഴും അത് വകവെക്കാതെ അവൾ എന്ത് ചെയ്യുകയാണ്? നവോമിയോട് പറ്റിച്ചേർന്ന് നിൽക്കുവാനായിട്ട് തീരുമാനിക്കുന്ന ഒരു രൂത്ത്. ആ രൂത്തിലുള്ള വ്യത്യസ്തതയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രൂത്തിനെ സംബന്ധിച്ച് നവോമിയോടൊപ്പം ജീവിക്കുവാനായിട്ട് രൂത്ത് തീരുമാനിക്കുമ്പോൾ നമുക്കറിയാം, ഒത്തിരി പ്രതികൂലങ്ങൾ അവളുടെ മുൻപിലുണ്ട്. സുഗമമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള യാത്രയല്ല ഇതെന്നുള്ളത് രൂത്തിന് നന്നായിട്ട് അറിയാം. എങ്കിലും ഈ തീരുമാനം എടുക്കുമ്പോൾ രൂത്ത് ചെയ്യുന്നത് അവളുടെ സ്വന്തം ഭവനത്തെ വിടുകയാണ്, അവളുടെ പ്രിയപ്പെട്ടവരെ വിടുകയാണ്. അവളെല്ലാം വിട്ടിട്ടാണ് രൂത്തിനോടൊപ്പം പോകുവാനായിട്ട് ഈ തീരുമാനം എടുക്കുന്നത്. രൂത്ത് 1-ന്റെ 16-17 നമുക്ക് രൂത്ത് എടുക്കുന്ന തീരുമാനത്തെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രൂത്ത് പറയുകയാണ്, അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും. അതെ, രൂത്ത് താഴോട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ നിന്നെ വിട്ട് പോകുവാനായിട്ട് എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് രൂത്ത് ചില തീരുമാനങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ എന്ന് പറഞ്ഞ ഈ വിശ്വാസത്തോടെയുള്ള രൂത്തിന്റെ തീരുമാനം രൂത്തിനെ എവിടെ വരെ എത്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. രൂത്ത് ബെത്ലഹേമിൽ വന്നു, അപ്പത്തിന്റെ ഭവനത്തിലേക്ക് വരുവാനിടയായി. തന്നെയുമല്ല, ആ ബോവസിന്റെ വയലില് ആ വീണ്ടെടുപ്പുകാരന്റെ ആ നിലയിലുള്ള ഭാഗ്യവശാല് ബോവസിന്റെ വയലിൽ വന്നു ചേരുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി രൂത്ത് ഈ തീരുമാനം എടുത്തത് മൂലം ഉണ്ടായി എന്നുള്ളത് രൂത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രൂത്ത് 1-ന്റെ 16-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതിന് രൂത്ത് നിന്നെ വിട്ടുവരുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും. രൂത്ത് നവോമിയോട് പറയുകയാണ്, നീ പോകുന്നിടത്ത് ഞാനും പോരും. അവളുടെ ഉറച്ച ഒരു തീരുമാനത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നവോമിയോടൊപ്പം പോകാമെന്ന് തീരുമാനിക്കുന്ന രൂത്ത്, നമുക്കറിയാം തന്റെ ജീവിതത്തിലെ ആഴമേറിയ തീരുമാനം രൂത്തിനെ എവിടെ വരെ എത്തിച്ചു എന്നുള്ളത്. ആ രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസികളായ നമ്മിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം നടത്താം സഹോദരിമാരെ. അതെ, നമ്മെ കർത്താവ് ബന്ധത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം കർത്താവിനെ പിരിയാതാണോ ഓരോ നിമിഷവും ജീവിക്കുന്നത്? അതെ, രൂത്ത് എടുത്ത തീരുമാനം, അവളുടെ ഉറച്ച തീരുമാനം. നാമും ഒരു നാൾ കർത്താവുമായിട്ട് ഒരു തീരുമാനത്തിൽ ഏർപ്പെട്ടവരാണല്ലോ. അതെ, നമ്മോടുള്ള ബന്ധത്തില് ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? മത്തായി 16-24-25 വേദവാക്യങ്ങള് അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. യേശു ശിഷ്യന്മാരോട് പറയുന്ന ചില വാക്കുകളാണ്. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അതെ, നാമും കൃപയാലുള്ള വിശ്വാസത്താലാണ് എന്ത് ചെയ്തത്? കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. കർത്താവിന്റെ ശിക്ഷഗണത്തില് ഉൾപ്പെടുവാനായിട്ടും അവനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ടും നാം ഇറങ്ങിത്തിരിച്ചവരാണ്. ആ നിലയിൽ അവനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട്
തീരുമാനമെടുത്ത ഓരോരുത്തരുമാണ് നമ്മിലുള്ളവരെ. എന്നാൽ രൂത്തിനെ കുറിച്ച് നാം ചിന്തിച്ചു. നവോമിയോടൊപ്പം പോകുമ്പോൾ അവൾക്ക് തന്റെ മുന്നോട്ടുള്ള യാത്ര അത് വളരെ കഠിനമാണ് എന്നുള്ളത് രൂത്തിന് അറിയാമായിരുന്നു. എങ്കിലും ആ ഉറച്ച തീരുമാനത്തിൽ നിന്നും അണ്ണുകിട വ്യതിചലിക്കാതെ അവളുടെ യാത്ര നവോമിയോടൊപ്പം ആരംഭിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുകയാണ്. അതെ, കർത്താവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചവരായ നമ്മോടുള്ള ബന്ധത്തിലും ഇത് ഒരു സുഗമമായ നടത്തിപ്പല്ല. നമുക്കറിയാം, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, അതെ, എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മോടുള്ള ബന്ധത്തിൽ നാമും എടുത്തിരിക്കുന്ന തീരുമാനം ഇത് ഒരു സുഗമമായ യാത്രയല്ല. നമുക്കറിയാം, ഇവിടെയും നമുക്ക് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ മുൻപിലുണ്ട്. ആ നിലയിൽ ക്രിസ്തീയ ജീവിതത്തിലെ നമുക്ക് പ്രശ്നങ്ങള് പ്രതികൂലങ്ങള് ഒക്കെ നിരവധി കടന്നു വരാം എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. എന്നാല് എന്താണ് ശിഷ്യന്മാർക്ക് കർത്താവ് അവിടെ ഒരു ആഹ്വാനം കൊടുക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? കർത്താവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവർ. അതെ, അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചവരായ നമ്മോടുള്ള ബന്ധത്തിലും ഇത് ഒരു സുഗമമായ നടത്തിപ്പല്ല, യാത്രയല്ല. എന്നാല് ശിഷ്യന്മാർക്ക് കർത്താവ് ആഹ്വാനം കൊടുക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, കർത്താവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവരായ നമ്മൾ എന്ത് ചെയ്യണം? തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുവാനായിട്ട് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് വെച്ചാല് നമുക്കറിയാം, ഈ കർത്താവിനെ അനുഗമിക്കുക, തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ആത്മത്യാഗമാണ്. അത് ഒരു ത്യാഗ മനോഭാവം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകണം എന്നുള്ളതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മെ തന്നെത്താൻ ത്യജിക്കുക എന്നതുകൊണ്ട്. അതെ, നമ്മൾ ഒരു ആത്മത്യാഗം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. എന്ന് വെച്ചാൽ ഈ ആത്മത്യാഗം എന്ന് വെച്ചാല് സ്വയത്തിന് യാതൊരു അവകാശവും അവശേഷിക്കാത്ത വിധം യേശുക്രിസ്തുവിന്റെ നിയന്ത്രണത്തിന് സമ്പൂർണമായിട്ടും നമ്മെ വിധേയപ്പെടുത്തുക എന്നതാണ് ഈ സ്വയം ത്യജിക്കുക അല്ലെങ്കിൽ ആത്മത്യാഗം നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വയത്തിന് നാം യാതൊരു അവകാശവും കൊടുക്കുവാനായിട്ട് പാടില്ല. നമ്മിൽ ആരാണ് വസിക്കുന്നത്? നമ്മുടെ കർത്താവാണ് വസിക്കുന്നത്. നമ്മുടെ കർത്തൃത്വം കർത്താവിനാണ്. അപ്പോൾ അവനാണ് നമ്മുടെ ഓരോ ചുവടുകളും. നമുക്ക് ആ നിലയിൽ നമുക്കറിയാം, മുൻപിൽ ഒരു ചുവട് വെപ്പാൻ മാത്രമേ നമുക്ക് അനുവാദമുള്ളൂ, ബാക്കിയെല്ലാം കർത്താവിന്റെ കരങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ സമ്പൂർണമായ നിയന്ത്രണം കർത്താവിന് നാം വിധേയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഒരു ആത്മത്യാഗം അതെ നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകണം, കർത്താവിനെ അനുഗമിക്കുന്നവരായ നമുക്ക്. രണ്ടാമത് കാണുന്നത്, ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. അപ്പോൾ ഈ ക്രൂശ് അത് നമുക്കറിയാം, നിന്ദയുടെയും പരിഹാസത്തിന്റെയും വേണ്ടി വന്നാല് അതെ നാം കർത്താവിന് വേണ്ടിയിട്ട് ആ നിലയിൽ ജീവൻ പോലും വെച്ചു കൊടുക്കുക എന്നതാണ് ഈ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവനെ അനുഗമിക്കുമ്പോൾ ദൈവിക ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അവൻ ജീവിച്ചതുപോലെ നാം ജീവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിച്ചവരായ നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ നിലയിലാണ്. നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ട് കർത്താവിന്റെ ഹിതത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. അപ്രകാരമാണോ നാം ജീവിക്കുന്നത്? നമുക്കൊരു തിരിഞ്ഞുനോട്ടം നമ്മളിലേക്ക് നടത്താം. നാം കർത്താവിനെ വേണ്ടും വിണ്ണം അനുഗമിക്കുന്നുണ്ടോ? നാം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതെ, ഈ രൂത്തിന്റെ അനുഭവം, രൂത്ത് നവോമിയോട് പറഞ്ഞ ആ തീരുമാനം അതെ നമ്മളും കർത്താവിനോട് പറയുവാനായിട്ടിടയായി. ആ നിലയിൽ നാം എടുത്തു വെച്ചിരിക്കുന്ന ചുവടുകൾ കർത്താവിന്റെ ചുവടുകളിൽ തന്നെ ആയിരിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട് നവോമി പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പോകുന്നിടത്ത് ഞാനും പോകും. നവോമിയോട് രണ്ടാമതായിട്ട് രൂത്ത് നവോമിയോട് പറയുന്ന കാര്യമാണ്, നീ അവിടെ കാണുകയാണ്, നീ പോകുന്നിടത്ത് ഞാനും പോരും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, നവോമി പറയുന്ന അവളുടെ സന്നദ്ധമായ ഒരു മനസ്സ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ നവോമിയുടെ അവസ്ഥ നാം ഓർത്തതുപോലെ നവോമി എല്ലാം നഷ്ടപ്പെട്ടവളാണ്. അവൾ നിറഞ്ഞവളായിട്ടാണ് ബത്ലഹേമിൽ നിന്ന് വന്നത് എങ്കിൽ അവൾ ഇപ്പോൾ ഒഴിഞ്ഞവളായിട്ട് പോകുന്ന ഒരവസ്ഥ, ഒരു തുണ്ടു ഭൂമി പോലും ഇല്ലാതെ മടങ്ങി പോകുന്ന ഒരു നവോമി. അവളോടാണ് രൂത്ത് പറയുന്നത്, എന്താണ്? നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. സന്നദ്ധമായ രൂത്തിന്റെ മനസ്സിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നവോമിയോടൊപ്പം ഏത് സാഹചര്യത്തിലും ജീവിക്കുവാനായിട്ട് സന്നദ്ധമായ മനസ്സുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു രൂത്ത്. യോഹന്നാൻ 1:38-39 വാക്യങ്ങളില് കർത്താവിനെ അനുഗമിച്ച
ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിനെ അനുഗമിക്കുന്ന പുരുഷാരത്തോട് കർത്താവിന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അത് നമുക്ക് കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിനെ അനുഗമിച്ച യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. 1:38-39 വാക്യങ്ങളില് കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരോട് കർത്താവ് തിരിഞ്ഞ് ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അതെ, കർത്താവ് അവരെ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങള് അന്വേഷിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ കർത്താവിന്റെ ഈ അന്വേഷണം അവനെ അനുഗമിക്കുന്നവരോടുള്ള താല്പര്യത്തെ വളരെ വ്യക്തമാക്കി അവിടെ കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. 38-ാം വാക്യത്തിന്റെ ഒടുവില് അവർ കർത്താവിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ എവിടെ പാർക്കുന്നു? അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, വന്ന് കാൺമീൻ. അതെ, നമ്മെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിനെ ഒന്ന് കാണുക, അവനെ വീണ്ടും വണ്ണം അറിയുക, അവനോടൊപ്പം സമയം ചിലവഴിക്കുക. അതെ, നമ്മെക്കുറിച്ചും കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മോടൊപ്പം ഒന്ന് സമയങ്ങൾ ചിലവഴിക്കുവാനായിട്ട്, നാമുമായിട്ട് സമയങ്ങൾ ആ നിലയിൽ ചില കാര്യങ്ങൾ നമുക്ക് കർത്താവിനോട് പറയുവാനായിട്ട്, നമ്മുടെ കാര്യങ്ങൾ ചിലത് കർത്താവിനെ അറിയുവാനായിട്ട് അവന് വളരെ ആഗ്രഹമുണ്ട്. അത് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. നാം കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ തിടുക്കമുള്ളവരാണോ സഹോദരിമാരെ? അതെ, പലപ്പോഴും നമ്മുടെ ബദ്ധപ്പാടിന്റെ നടുവില് നാം കർത്താവുമായിട്ട് സമയം ചിലവഴിക്കുവാനായിട്ട് ആ നിലയിൽ സമയങ്ങൾ വേർതിരിക്കാതെ മുന്നോട്ട് പോകാറുണ്ട്. എങ്കില് കർത്താവിനെ അനുഗമിക്കുന്നവരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അവനോടൊപ്പം ചില നാഴികകൾ ചിലവഴിക്കുവാനായിട്ട്, അതെ, അവരോടൊപ്പം പാർക്കുവാനായിട്ട് അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലയിൽ നമ്മെ കർത്താവ്, പ്രിയ സഹോദരിമാരെ, അവൻ നമ്മെ വിളിക്കുകയാണ്. നമ്മെ കർത്താവിനോടുകൂടെ പാർക്കുവാനായിട്ട് അവൻ നമ്മെ വിളിക്കുകയാണ്. ഇതിനായിട്ട് വിളി പലപ്പോഴും നാം കേട്ടിട്ടില്ലേ? ചെവി കൊടുക്കാതെ നാം മുന്നോട്ട് പോവുകയാണോ? കർത്താവ് പറയും, നിങ്ങളെ എന്റെ അടുക്കൽ വന്നൊന്നിരിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, അതിന് നമ്മുടെ സമയത്തിന് വേണ്ടി നാം പലപ്പോഴും മുന്നോട്ട് പോകാറുണ്ട്. അവനെ അനുഗമിക്കുന്നവരോടൊപ്പം പാർക്കുവാൻ ചില നാഴിക അവരുമായിട്ട് ചിലവഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവ്. എല്ലാ സാഹചര്യം നാം ചിലപ്പോൾ പറയും, കർത്താവെ, സാഹചര്യങ്ങളൊക്കെ അല്പം പ്രതികൂലമാണ്, അതൊക്കെ ഒന്ന് അനുകൂലമാകട്ടെ, എന്നിട്ട് ഞാൻ എന്റെ ബദ്ധപ്പാടുകളൊക്കെ ഒന്ന് തീർന്നിട്ട് ഞാൻ നിന്നോടൊപ്പം സമയം ചിലവഴിക്കാം എന്ന് പറഞ്ഞ് നാം ചിലപ്പോൾ മുന്നോട്ട് പോകുന്നവരായിരിക്കാം. അതൊക്കെ ഒന്ന് മാറണം സഹോദരിമാരെ. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയണം, ഞാൻ കർത്താവുമായിട്ട് നിന്നോടൊപ്പം ഞാൻ എന്റെ സമയങ്ങൾ ചിലവഴിക്കാം എന്ന് നാം കർത്താവിനോട് പറയണം. അതല്ലാതെ കർത്താവ് നമ്മെക്കുറിച്ച് ഒന്നും ആഗ്രഹിക്കുന്നില്ല. രൂത്ത് നവോമിയോടുകൂടെ പാർക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ പ്രതികൂലതമായ സാഹചര്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് രൂത്തിന് മുൻപിലുള്ളത്. നമുക്കറിയാം, അവൾക്ക് മുൻപോട്ട് വേറൊരു വഴികളുമില്ല. ഒന്നും കാണാതാണ് രൂത്ത് നവോമിയോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്നത്. എങ്കിലും രൂത്തിന്റെ സന്നദ്ധമായ ഒരു മനസ്സ്, നവോമിയോടൊപ്പം ഇറങ്ങിത്തിരിക്കുവാനുള്ള അവളുടെ സന്നദ്ധമായ ഒരു മനസ്സിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം സക്കായിയെ കുറിച്ച്. സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയാണ്, ധനികനായ ഒരു മനുഷ്യനാണ്. പുരുഷാര നിമിത്തം അവൻ കുറിയവനായതുകൊണ്ട് കർത്താവിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അതിനവൻ എന്ത് ചെയ്യുകയാണ്? അവൻ കാട്ടത്തിയുടെ മുകളിൽ കയറുകയാണ്. എന്നിട്ടോ അവനെ കർത്താവ് കണ്ടിട്ട് സക്കായിയോട് പറയുകയാണ്, അവനെ കാണേണ്ടതിന് അവൻ കാട്ടത്തിമേൽ കയറിയപ്പോൾ യേശു സക്കായിയെ കണ്ടു. അപ്പോൾ സക്കായിയോട് പറയുകയാണ്, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അത് കഴിഞ്ഞിട്ട് സക്കായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതെന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. സക്കായി എന്ത് ചെയ്യുകയാണ്? ബദ്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. അതെ, ഇത് സക്കായിയുടെ മാനസാന്തരത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും സക്കായി അവിടെ ചെയ്യുന്ന കാര്യം, കർത്താവിന്റെ വിളിയുടെ മുൻപില് അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ കൈക്കൊള്ളുന്ന ഒരു സക്കായി. അതേ സഹോദരിമാരെ, നാം ആ നിലയിൽ കർത്താവിന് വേണ്ടി, കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ സന്നദ്ധമായ ഒരു മനസ്സ് പ്രകടിപ്പിച്ച് നാം ബദ്ധപ്പെട്ട് നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നാം കർത്താവിനോടൊപ്പം ഇരിക്കാറുണ്ടോ? തന്നോടൊപ്പം പാർക്കുവാനായിട്ട് നമുക്കറിയാം, സക്കായിയുടെ സ്ഥാനമോ അവന്റെ ധനമോ ഒന്നും സക്കായിക്ക് ഒരു തടസ്സമായിരുന്നില്ല. യേശു പറഞ്ഞ മാത്രമേ സന്നദ്ധമായ ഒരു മനസ്സ് കാണിക്കുകയാണ്. അത് തന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നതിന് കാരണമായിട്ട് തീർന്നു. പ്രിയ സഹോദരിമാരെ, കർത്താവുമായിട്ട് ചില സമയങ്ങൾ നമുക്ക് ചിലവഴിക്കാം. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിനും അവനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ദൃഢപ്പെടുത്തുന്നതിനും കാരണമായിട്ട് തീരും. അവനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവനോടൊപ്പം പാർക്കുവാൻ നമുക്ക് സന്നദ്ധത കാണിക്കാം.
ഇത് നമ്മുടെ അകത്തെ മനുഷ്യന്റെ ശക്തി വർദ്ധിക്കുന്നതിനും ഉയരത്തിലേതുള്ളത് ചിന്തിക്കുന്നതിനും കൂടുതൽ കാരണമായിട്ട് തീരും. നമ്മെ കർത്താവ് അതിനുവേണ്ടി സഹായിക്കട്ടെ. സന്നദ്ധമായ ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ. മൂന്നാമതായിട്ട് നാം രൂത്തിനോടുള്ള ബന്ധത്തിൽ നവോമി പറയുന്ന കാര്യം, നിന്റെ ജനം എന്റെ ജനം. അവിടെ രൂത്തിന്റെ വേർപാടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവൾ തന്റെ പിതൃഭവനത്തെ വിടുന്നു, തന്റെ ജനത്തെ വിടുന്നു, തന്റെ സ്വദേശം വിടുന്നു. എല്ലാം അവൾ വിട്ടിട്ട് അവൾ എന്ത് ചെയ്യുകയാണ്? നവോമിയോടൊപ്പം ഒരു വേർപെട്ട ജീവിതം നയിക്കുവാനായിട്ട് അവൾ ഇതുവരെയും വന്ന സകലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതത്തോടെ പുത്തുപൊരുത്തത്തിൽ പോവാനായിട്ട്, എന്ന് പറഞ്ഞാൽ ആ നിലയിൽ നവോമിയുമായിട്ട് ജീവിക്കുവാനായിട്ട് ഇറങ്ങുന്ന രൂത്ത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തീരുമാനമാണ് രൂത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. 2 കൊരിന്ത്യർ 6:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും: നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം, അല്ല വിശ്വാസികൾക്ക് അവിശ്വാസിയുമായി എന്തോഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അതെ, പ്രിയ ആന്റി പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചു, നമ്മുടെ കുടുംബങ്ങളൊക്കെയും ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. അതെ, നമ്മുടെ വേർപാട്, നമ്മുടെ വിശുദ്ധി നമുക്ക് വേണ്ടുവണ്ണം സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നാം തിരിഞ്ഞു നോക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ് സഹോദരിമാരെ. 6:14 അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പൗലോസിന്റെ വചനാനുസൃതമായ വേർപാടിന് വേണ്ടിയുള്ള പൗലോസിന്റെ ഒരു അപേക്ഷയാണ് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഏതെല്ലാം മേഖലകളില് ഒരു ക്രിസ്തു ഭക്തൻ വേർപാട് പാലിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്നാമതായിട്ട് അവിടെ പറയുകയാണ്, അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. അതെ, ഇത് വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് പൗലോസ് പറയുന്നത്. ആവർത്തന പുസ്തകത്തിൽ നമുക്ക് 22:10 നമുക്ക് കാണുവാൻ കഴിയും, കാളയെയും കഴുതയെയും ഒന്നിച്ച് പൂട്ടി ഇടരുത്. അത് എന്തുകൊണ്ടെന്നാല് അവയുടെ ചുവടുകളുടെ നീക്കം ഇളക്കമില്ലാത്തതായിരിക്കും. അത് നിമിത്തം ആ ഉഴുവുന്നതിന് അത് തടസ്സമായി തീരും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ഇടയിലും ഈ നിലയിലുള്ള പല പ്രശ്നങ്ങള് ഇന്ന് കടന്നു വരുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. നമ്മുടെ വേർപാട്, നമ്മുടെ വിശുദ്ധി, അത് വേണ്ടും വണ്ണം നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരാജയത്തിന്റെ കാരണം എന്നുള്ളത് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ഭാഗങ്ങൾ മുഴുവനും വേർപാടെന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് പൗലോസ് പറയുന്നത്. വിശ്വാസികൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങള്, സ്വയമായിട്ട് അവിശ്വാസികളിൽ നിന്നും വിശ്വാസികൾ എന്ത് ചെയ്യണം? അകന്നു നിൽക്കണം. എന്ന് വെച്ച് അവിശ്വാസികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നുള്ളതല്ല. നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സമ്പൂർണമായിട്ടും വേർപെട്ട് നിൽക്കുക. നോ എന്ന് പറയേണ്ടിടത്ത് നാം നോ എന്ന് പറയുക. അവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ് അവിടെ പൗലോസ് പറയുന്നത്. പിന്നീട് പറയുന്നു, അധർമ്മം, ഇരുട്ട്, ബലിയാൽ, വിഗ്രഹങ്ങൾ എന്നിവയിൽ നിന്ന് വേർപെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടും അവിടെ ദൈവാത്മാവ് ഉപദേശിക്കുന്ന കാര്യമാണ്. നാം ഇതിൽ നിന്നെല്ലാം വേർപെട്ടിരിക്കണം. അവിടെ ഓരോന്ന് വിശദീകരിക്കുവാനായിട്ട് സമയമില്ലല്ലോ. ഒരു അവസാനം പറയുന്നു, വിഗ്രഹത്തോടുള്ള ബന്ധത്തില് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, വിശ്വാസികളായ നാം ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയത്തില് വിഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഒരു യോജിപ്പും ഉണ്ടാകുവാനായിട്ട് പറ്റില്ല. അപ്പോൾ വിഗ്രഹങ്ങൾക്ക് അവിടെ നമുക്കറിയാം, ആ വിഗ്രഹങ്ങൾക്ക് ദേവാലയങ്ങളോട് ഒരു യോഗ്യതയുമില്ല. അപ്പോൾ ആ നിലയില് ദൈവത്തിന്റെ ആലയമായ നമ്മളില് വിഗ്രഹത്തെ കൊണ്ടുവരുവാനായിട്ട് പാടില്ല. വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ മാത്രം ഉദ്ദേശിച്ചല്ല ഇവിടെ പൗലോസ് പറയുന്നത്. ക്രിസ്തുവിനേക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്ന ഏത് കാര്യവും അത് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹമാണ് എന്നുള്ളത് വചനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭൗതികമായിട്ട് നാം കർത്താവിനേക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, കർത്താവിനേക്കാൾ അധികമായിട്ട് നാം എന്തിനു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അതെല്ലാം വിഗ്രഹത്തിന് തുല്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വേണ്ടും വിധം വേർപാടും വിശുദ്ധിയും പാലിക്കുവാൻ കഴിയുന്നുണ്ടോ? ദാനിയേലിനെ കുറിച്ചറിയാം. ദാനിയേൽ 1-8 നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, തന്നെത്താൻ അശുദ്ധമാക്കാതെ വേറിട്ട ജീവിതം നിശ്ചയിച്ച ഒരു ദാനിയേല്.
അതെ, ദാനിയേലിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരെ കൽദയ ഭാഷ പഠിപ്പിക്കുവാനും അവരുടെ വിദ്യ പഠിപ്പിക്കുവാനും അവരുടെ ആഹാരങ്ങൾ കൊടുത്ത് ആ നിലയിൽ അവരെ ട്രെയിൻ ചെയ്യിക്കുവാനും ഒക്കെ അവർ പരിശ്രമിച്ചു. അവരുടെ പേരുകൾ മാറ്റുന്നു, അങ്ങനെ വ്യത്യസ്തമായ രീതികൾ എല്ലാം ദാനിയേലിനോടുള്ള ബന്ധത്തിൽ അവർ ചെയ്യുന്നു. എങ്കിലും ദാനിയേൽ പറയുകയാണ്, അവരുടെ തന്നെത്താൻ അശുദ്ധമാക്കാതെ വേറിട്ട ജീവിതം നയിക്കുവാനായിട്ട് നിശ്ചയിച്ച ഒരു ദാനിയേൽ. അതേ പ്രിയ സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചും ഈ വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും അത് എന്നെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങള് നാം ഇപ്പോൾ കേട്ടതുപോലെ അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നത്. മാതാക്കളായ നമ്മെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി കണ്ണുനീർ ഒഴുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മെ കുറിച്ച് ഉള്ളൂ. യെരൂശലേം പുത്രിമാരെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ടല്ലോ, അവരെ നോക്കി നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവൻ. നമുക്ക് കരയാം സഹോദരിമാരെ, കാരണം ആ നിലയിൽ ലോകം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വേർപാടും വിശുദ്ധിയും സൂക്ഷിക്കുന്നവരായി, കർത്താവിലുള്ള ഭയത്തിലും ഭക്തിയിലും വളരുന്നവരായി തീരണം. അതിന് നാം, പ്രത്യേകിച്ച് സഹോദരിമാരായ നാം, അവരുടെ മുൻപിൽ മാതൃകയോടുകൂടെ ജീവിക്കണം. വേർപാടും വിശുദ്ധിയും പാലിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാലാമതായിട്ട് രൂത്ത് നവോമിയോട് പറയുന്ന കാര്യം, നിന്റെ ദൈവം എന്റെ ദൈവം. നവോമിയുടെ ദൈവത്തെ സ്വീകരിക്കുവാനുള്ള തുറന്ന ഒരു മനസ്സിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. രൂത്ത് മിഥ്യാദേവനെ മാറ്റി സർവശക്തനായ യഹോവയെ അനുഗമിക്കുവാൻ തുടങ്ങി. നമുക്കറിയാം മോബാവിന്റെ അവസ്ഥ. ആ നിലയിൽ മ്ലേച്ഛകരമായ ഒരു പ്രവർത്തികൾ വിളയാടുന്ന ഒരു സ്ഥലമാണ് മോബാവ്. മിഥ്യാദേവന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു ദേശം. ആ ദേശത്തു നിന്നും സർവശക്തനായ യഹോവയെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിച്ച്, യഹോവയെ സ്വീകരിക്കുവാനായിട്ട് തീരുമാനിച്ച് നവോമിയോട് പറയുകയാണ്, നിന്റെ ദൈവം എന്റെ ദൈവം. ഇത് നമ്മുടെ ജീവിതത്തിലും ഒരിക്കൽ സംഭവിച്ചില്ലേ സഹോദരിമാരെ? നാം അനുഗമിച്ചു വന്ന പാത മിഥ്യയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യഥാർത്ഥ സത്യത്തെ സ്വീകരിക്കുവാനായിട്ട് കൃപയാൽ ഇടയായി. മത്തായി 19:29 ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെ അവകാശമാക്കും. നമ്മിൽ പലരും ഇങ്ങനെ ഇറങ്ങി തിരിച്ചവരല്ലേ കർത്താവിന് വേണ്ടിയിട്ട്? അതേ, കർത്താവിനെ നാം പലരും ഇങ്ങനെയല്ലേ സ്വീകരിച്ചത്? നമ്മുടെ വീട് വിട്ട്, നമ്മുടെ ചാർച്ചക്കാരെ വിട്ട്, നമ്മുടെ സകലതും വിട്ട് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് ഇറങ്ങി തിരിച്ചവരല്ലേ നാം ഓരോരുത്തരും? രൂത്ത് തന്റെ പിതൃഭവനത്തെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, സ്വദേശത്തെ വിട്ടു. തന്റെ മിഥ്യ തന്റെ ദൈവം മിഥ്യയാണെന്ന് തോന്നിയപ്പോൾ അതും വിട്ടു. എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ സമൃദ്ധിയായ രൂത്തിനെ സംബന്ധിച്ച്, രൂത്തിന്റെ തുടർന്നുള്ള മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവൾ സമൃദ്ധിയുടെ വയലില് വന്നെത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നാമും ഭാഗ്യവശാല് കൃപയാല് ഈ വയലില്, ബോവസിന്റെ വയലിൽ വന്നു ചേരുവാനായിട്ട് നമുക്കും കർത്താവ് ഭാഗ്യം നൽകി. അതേ, നമ്മെ സംബന്ധിച്ചിട്ട് നാം ഈ നിലയില് തീരുമാനമെടുത്ത് മുന്നോട്ട് ഇറങ്ങുമ്പോൾ, അതേ, രൂത്തിൻ 2:12 വാക്യത്തില് രൂത്തിനെ കുറിച്ച് ബോവസ് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന രൂത്ത്. അതേ, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് ബോവസ് രൂത്തിനെ കുറിച്ച് പറയുന്നത്. പ്രിയ സഹോദരിമാരെ, നാമും ചിലതൊക്കെയും ചപ്പന്നും ചവറന്നും എണ്ണി നമ്മുടെ കർത്താവിനെ അനുഗമിക്കുവാൻ ആരംഭിച്ചവരല്ലേ? ആ നിലയിൽ തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചവരല്ലേ? നമ്മെക്കുറിച്ചും കർത്താവിന് പറയുവാനായിട്ട് സാധിക്കുമോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്നവർ. അതെ, നാം എന്ത് ചെയ്യുവാൻ പാടില്ല? സദൃശവാക്യത്തിൽ പറയുന്നു, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നാം സ്വയമായിട്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കഴിവുകൾ ഒന്നുമില്ല സഹോദരിമാരെ. നാം കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ വിധേയപ്പെടുത്തുക. 118 സങ്കീർത്തനം 8-9 വാക്യങ്ങളിൽ കാണുന്നുണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമ്മുടെ ആശ്രയം ആരിലാണ്? പലപ്പോഴും ഇതിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടില്ലേ? നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉള്ളപ്പോൾ പൂർണ്ണമായിട്ടും നാം കർത്താവിനെ ആശ്രയിക്കാൻ ഇടയായി തീരില്ല. നമ്മുടെ മറ്റ് ഭൗതിക നന്മകൾ പലപ്പോഴും കർത്താവിനെ ആശ്രയിക്കുന്നതിന് തടസ്സമായി തീർന്നേക്കാം. എന്നാല് രൂത്ത് കർത്താവിനെ പൂർണ്ണമായിട്ട് സ്വീകരിച്ച് കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ബോവസിന്റെ ഒരു സാക്ഷ്യം രൂത്തിനെ കുറിച്ച് ബോവസ് പറഞ്ഞ ഈ സാക്ഷ്യം നമ്മെ ഓരോരുത്തരെയും നോക്കി കർത്താവിന് പറയുവാനായിട്ട് സാധിക്കുമോ? അതെ, നമ്മെക്കുറിച്ചും കർത്താവ് അത് പറയുവാനായിട്ട് ഇടയായിട്ട് തീരണം സഹോദരിമാരെ. കർത്താവിൽ ആശ്രയിക്കുന്ന
എന്നിൽ ആശ്രയിക്കുന്ന ഒരു ജനം എന്ന് നമ്മെക്കുറിച്ച് അതെ കർത്താവ് പറയുവാനായിട്ട് ഇടയായിട്ട് തരണം. അഞ്ചാമതായിട്ട് നവോമിയോട് രൂത്ത് പറയുന്ന ഒരു കാര്യം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. അതെ, ഒരു ഉടമ്പടി കർത്താവുമായിട്ട് നവോമിയുമായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നവോമിയുമായിട്ട് കൂടുതൽ അൻരൂപയാകാനുള്ള രൂത്തിന്റെ തീരുമാനം, മരണത്താൽ അല്ലാതെ അവൾ നവോമിയോട് പിരികയില്ല എന്ന് ദൃഢമായ ഒരു തീരുമാനം എടുക്കുന്നു. വെളിപ്പാട് പുസ്തകം 2:10 നമുക്ക് സ്മുർന്നാ സഭയ്ക്ക് ദൈവാത്മാവ് ദൂത് എഴുതുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അവർക്ക് നേരിടുവാൻ പോകുന്ന ചില ഉപദ്രവങ്ങളെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. എന്തു തന്നെ ആയാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ദൈവത്തെ തള്ളി പറയരുത്. മരണപര്യന്തം എന്ത് ചെയ്യുക, വിശ്വസ്തനായിരിക്കുക. നാം രക്ഷിക്കപ്പെട്ട സമയം മുതൽ കർത്താവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കർത്തൃത്വം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത നാൾ മുതൽ ഈ സമയം വരെയുള്ള വിശ്വസ്തത എത്രത്തോളം ഉണ്ട്? നാം പലപ്പോഴും അവന്റെ മുൻപിൽ അവിശ്വസ്തരായി തീർന്നിട്ടില്ലേ? നാം കർത്താവും എടുത്ത ഉടമ്പടിയില് മരണപര്യന്തം വിശ്വസ്തരായില്ല എങ്കിൽ തീർച്ചയായും നാം കർത്താവിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാണ് എന്നുള്ളത് ദൈവാത്മാവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമയം മുന്നോട്ട് പോയല്ലോ. താലന്തുകൾ കൊടുത്ത ഉപമ നമുക്ക് അറിയാമല്ലോ. അവിടെ പിന്നെ യജമാനൻ ദൂരദേശത്തേക്ക് പോകുമ്പോൾ ആ ദാസന്മാരെ വിളിച്ചിട്ട് അവർക്ക് താലന്തുകൾ വിഭാഗിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5 കിട്ടിയവരുണ്ട്, 2 കിട്ടിയവനുണ്ട്, 1 കിട്ടിയവനുണ്ട്. 5ഉം 2ഉം കിട്ടിയവർ എന്ത് ചെയ്തു? അത് ഇരട്ടിച്ചു. 1 കിട്ടിയവൻ എന്ത് ചെയ്തു? അതുകൊണ്ട് കുഴിച്ചിട്ടു. കർത്താവ് യജമാനൻ തിരിച്ചു വന്നിട്ട് അവരെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ കണക്ക് ബോധിപ്പിക്കുവാൻ പറയുമ്പോൾ ആ 5ഉം 2ഉം കിട്ടിയവരെ അത് നല്ല പോലെ വ്യാപാരം ചെയ്ത് അത് യജമാനന്റെ കയ്യിൽ കൊടുക്കുന്നു. അവരെ നോക്കി കർത്താവ് പറയുകയാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. 1 കിട്ടിയവൻ എന്ത് ചെയ്തു? അത് കുഴിച്ചിട്ടു. ദുഷ്ടനും മടിയനും എന്നാണ് അവനെ കുറിച്ച് പറയുന്നത്. അതേ പ്രിയ സഹോദരിമാരെ, നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ നമുക്കും കർത്താവ് ചില കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മെ കർത്താവ് ആ നിലയിൽ കണക്ക് ബോധിപ്പിക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ നിർത്തുമ്പോൾ ഈ കർത്താവിന്റെ ഇമ്പസ്വരം നമുക്ക് കേൾക്കുവാൻ സാധിക്കുമോ? നല്ലവളും വിശ്വസ്തയുമായ ദാസേ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അതുകൊണ്ട് ഞാൻ അധികത്തിന് വിചാരകയാക്കും. അത് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയാകണം. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നമുക്ക് ചെയ്യാം. 6ാമതായിട്ട് കാണുന്നത്, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. ഒരു സമർപ്പണത്തിന്റെ തീരുമാനമാണ് രൂത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മരണത്തിലും അവളോടുള്ള ആ താതാത്മ്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ പ്രത്യാശ പുതുക്കി ജീവിക്കണം എന്ന ഒരു പാഠം രൂത്ത് നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. മരണശേഷം ക്രിസ്തുവിനോട് ചേരുവാനുള്ള മോഹം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള അതിയായ ആകാംക്ഷ, അത് നമ്മിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയാകണം. അതേ സഹോദരിമാരെ, നാം ഇങ്ങനെ ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നു, കർത്താവെ അടുത്ത നിമിഷം നിന്റെ വരവ് സംഭവിച്ചു എങ്കിൽ എന്ന് നാം ആഗ്രഹിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ക്രമീകരിക്കുവാനായിട്ട് ഇടയായിട്ട് തരും. നമുക്കറിയാം. അതെ, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ നിലയിൽ പ്രത്യാശയുള്ളവരായിട്ട് തീരണം. ഫിലിപ്പിയർ 1:21 മുതൽ 23 വരെ പൗലോസ് പറയുകയാണ് അവിടെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അതിന്റെ 23ന്റെ ഒടുവിൽ നാം കാണുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. പൗലോസിന്റെ ഈ വാക്കുകൾ എത്ര പ്രസക്തമാണല്ലേ സഹോദരിമാരെ. എന്തുകൊണ്ടാണ് മരിക്കുന്നത് ലാഭമാകുന്നു എന്ന് പൗലോസ് പറഞ്ഞത്? അവനെ പോലെ ആകേണ്ടതിന് പാപം ചെയ്യാത്ത ഒരു ഹൃദയം, ഇടറിപ്പോകാത്ത കാലുകൾ, അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സേവിക്കുവാനായിട്ടുള്ള ഒരു അനുഭവം അവനിൽ ഉണ്ടാകുവാൻ ഇടയാകും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. പലപ്പോഴും നമ്മുടെ ഈ ലോക ജീവിതം ഭൗതിക ലാഭത്തിന് വേണ്ടി മാത്രമായി തീരാറില്ലേ? ആ ഭൗതിക ലാഭങ്ങളൊക്കെ നേടി അതിനൊടുവിൽ ഒരു മരണം. അത് മാത്രമല്ലേ നമ്മളിൽ പലരിലും സംഭവിക്കാറുള്ളത്? പൗലോസിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഇരുളടഞ്ഞ ഒരു വഴിയായിട്ടല്ല പൗലോസ് കണ്ടത്. കാരണം മരണത്തിനപ്പുറം ഒരു ലാഭം പൗലോസിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഭൗതിക നേട്ടങ്ങൾ ചപ്പും ചവറുമായി പൗലോസ് എണ്ണുവാൻ കാരണം മാനുഷികമായ നേട്ടങ്ങളെല്ലാം മരണത്തോടെ നഷ്ടപ്പെടും. തനിക്ക് നന്നായിട്ട് അത് അറിയാം. അതുകൊണ്ട് പൗലോസ് തന്റെ നിര്യാണ കാലം അടുത്തപ്പോൾ പറയുന്നുണ്ടല്ലോ, ഞാൻ നല്ല പോർ പോർത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് എത്ര
എന്ന് പറഞ്ഞാൽ എത്ര പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞാൽ തന്നെ ആ നിലയിൽ സമ്പൂർണമായിട്ട് പൗലോസിന് അത് പറയുവാൻ സാധിച്ചത് തന്റെ ജീവിതം, തന്റെ ഈ നിലയിലുള്ള പ്രത്യാശയോടുള്ള ജീവിതം, കർത്താവിനോട് ചേരുവാനുള്ള തന്റെ അതിയായ ആഗ്രഹം, അതാണ് പൗലോസ് ആ നിലയിൽ പറയുവാനായിട്ട് ഇടയായത്. റോമർ 8:38-39 വാക്യങ്ങളിൽ കാണുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ഉള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എത്ര അർത്ഥസമ്പൂർണമായ അർത്ഥവ്യാപ്തിയുള്ള വാക്കുകളാണ് പൗലോസിന്റെ. അതെ, നമുക്കറിയാം മരണത്തിനോ അവിടെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് ഒടുവിൽ പൗലോസ് പറയുകയാണ് മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ. കാരണം പൗലോസ് ദൈവസ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുവാനായിട്ട് വേറെ ഒന്നും കണ്ടെത്തുന്നില്ല. എല്ലാം പറഞ്ഞു കഴിയുകയാണ്. ഈ ഭൗതികമായ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും പൗലോസിനെ കർത്താവിൽ നിന്നും വേർതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് പൗലോസ് പറയുകയാണ്. ഈ നിലയിലുള്ള ഒരു ആഴമാർന്ന സമർപ്പണം നമ്മളിലും ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. അതാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒടുവിലെ അവളുടെ പ്രതിജ്ഞയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലും കർത്താവുമായി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ലംഘിക്കാതിരിക്കുവാൻ, അവസാനം വരെ അത് നിവർത്തിക്കുവാൻ കർത്താവുമായി ഒരു സത്യപ്രതിജ്ഞ നമുക്ക് ചെയ്യാം സഹോദരിമാരെ. അതെ, നമുക്കറിയാം അവിടെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, ദൈവവചന കേൾവിയുടെ മുൻപില് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ഈ ദൂത് ഇന്ന് എനിക്കായിരുന്നു, ഇന്നു മുതൽ എന്റെ ജീവിതത്തെ അതിനായി വിധേയപ്പെടുത്തുന്നു കർത്താവെ. ആ ഇരിപ്പിലിരുന്ന് നാം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. എങ്കില് ആ എടുത്ത തീരുമാനം ചിലപ്പോൾ 2 or 3 ഇല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പിന്നിട്ട് എന്ന് വരാം. അതിൽ നിന്ന് പിന്നെയും നാം എന്ത് ചെയ്യും, അത് പിന്നെയും പിന്മാറുവാനായിട്ട് ഇടയായിട്ട് തീരും. നാം ഇപ്രകാരം എടുക്കുന്ന ഓരോ ഉടമ്പടികളും ലംഘിക്കാതിരിക്കുവാൻ, മരണപര്യന്തം അത് വരിക്കുവാനായിട്ട് കർത്താവുമായിട്ട് നമുക്ക് ഈ രൂത്ത് ചെയ്തതുപോലെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യാം. അതെ, ഈ ഇത് കേവലം നമ്മുടെ ഉടമ്പടികള് കേവലം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുവാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവുമായി എടുക്കുന്ന ഉടമ്പടി, ആ പ്രതിജ്ഞ സൃഷ്ടാവായ ദൈവത്തിന്റെ മുൻപിലാണ് എടുക്കുന്നത് എന്നുള്ള ഒരു ഭയനിർദ്ദേശം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീരണം. അതെ, അതിന് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം രൂത്തിനെ കുറിച്ച് കണ്ട ചിന്തകൾ ഒന്നോടിച്ച് പറയുകയാണ്. ഒന്നാമത് രൂത്ത് നവോമിയോട് പറയുന്ന കാര്യം, നീ പോകുന്നിടത്ത് ഞാനും പോരും. അവളുടെ ഉറച്ചൊരു തീരുമാനത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട് കണ്ടു, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, അവളുടെ സന്നദ്ധമായ ഒരു മനസ്സ്. മൂന്നാമതായിട്ട് നാം കണ്ടു, നിന്റെ ജനം എന്റെ ജനം, അവളുടെ വേർപാട്. എവിടെ നിന്നാണ് അവൾ വേർപെടുന്നത്? മോബാവിൽ നിന്ന്. അവൾ എവിടോട്ട് വരികയാണ്? അപ്പത്തിന്റെ ഭവനമായ ബെത്ലഹേമിലേക്ക് വരികയാണ്. അവിടെ അവളെ ഒരു സമൃദ്ധമായ വയലിൽ വന്ന് ചേരുകയാണ്. നാലാമതായിട്ട് നാം കണ്ടു, നിന്റെ ദൈവം എന്റെ ദൈവം. നവോമിയോട് ദൈവത്തെ സ്വീകരിക്കുവാനുള്ള തുറന്ന ഒരു മനസ്സ് കാണിക്കുന്ന രൂത്ത്. അഞ്ചാമതായിട്ട് കണ്ടു, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. അപ്പോൾ നവോമിയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്ന രൂത്ത്. ആറാമതായിട്ട് നാം കണ്ടു, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. സമർപ്പണത്തിന്റെ ഒരു തീരുമാനം. അതെ, അവളുമായിട്ട് താതാത്മ്യം ചെയ്യുന്ന ഒരു മനോഭാവം. ഏഴാമതായിട്ട് നാം അവളുടെ പ്രതിജ്ഞ കണ്ടു. അതെ, മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാല് യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. അവളുടെ ആ പ്രതിജ്ഞ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതെ, അതിൽ കേവലം നവോമിയോടെടുക്കുന്ന രൂത്തിന്റെ പ്രതിജ്ഞ. അതെ പ്രിയ സഹോദരിമാരെ, നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിന്റെ മുൻപില് നാമും ഈ നിലയിൽ ചില തീരുമാനങ്ങൾ, ചില സമർപ്പണങ്ങൾ, ആ നിലയിൽ ചില വേർപെട്ട ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ രൂത്തിൽ നിന്ന് കേട്ട ഈ അനുഗ്രഹിക്കപ്പെട്ട പാഠങ്ങള്, ഈ രൂത്തിൽ നിന്ന് പഠിച്ച ഈ പാഠങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തില് അന്വർത്ഥമാക്കുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ നിലയിൽ ഇതുവരെയും എന്നെ ശ്രദ്ധിച്ച എല്ലാ സഹോദരിമാരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ ഹെലൻ.